പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നര തന്നനാന തരനന്നര തന്നനാ തന്നന്നര തന്നനാ തന്നന്നര തന്നനാന മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ മഴവില്ലിൻ തിടമ്പോ മദനപ്പൂവരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമരക്കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എന്നുയിരിൻ്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എന്നുയിരിൻ്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുപ്പോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചൊലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നര തന്നനാന അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ. Thank you.
ബദ്രി, ഓ. ഡ്യുവറ്റ് കഴിഞ്ഞു, നമ്മളുടെ സോളോ അല്ലേ? നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട് എങ്ങനെയുണ്ടായി. ഭാവൻ ചേച്ചി, ഇഷ്ടായോ പാട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായത്, ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഇപ്പം മോൻ നന്നായിട്ട് പാടി, ബദ്രി അല്ലേ? ഭയങ്കര രസമായിരുന്നു കാണാൻ. ആ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പിന്നെ ബബിൾസും പിന്നെ മോന്റെ വോയിസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, നന്നായിട്ട്. താങ്ക് യു ചേച്ചി. ഷാനിക്ക, ബദ്രി ഓ സർ, നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. കുറച്ചൊരു ശ്രുതി പ്രശ്നം ഫീൽ ചെയ്തു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരു ഷാപ്പാവാനുള്ളൊരു ടെൻഡൻസി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും ഈ ഒരു പ്രശ്നം തോന്നിയത് ചരണത്തിലാണ്. ചരണം എത്തിയപ്പോഴേക്കും എന്തോ ആ ഒരു കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. കുറച്ചൊന്ന് ഒരു ഷാപ്പാവാനുള്ളൊരു ടെൻഡൻസി. ബാക്കി പാടിയതൊക്കെ കൃത്യമായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഈ ഷാർപ്പിംഗ് പരിപാടി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു. ഫീൽ വൈസ് ഒക്കെ നല്ലതാണ്. ഫീൽ വൈസ് ഒക്കെ അതുപോലെ ചില വരികളുടെ എൻഡിൽ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു വരി ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നില്ലേ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ അവിടെ കൊടുത്ത ഫീലൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ ഒരു ടെൻഡൻസി അത് എനിക്കൊന്ന് കഴിഞ്ഞ തവണയും നമ്മൾ ഈ കാര്യം പറഞ്ഞു എന്ന് തോന്നുന്നല്ലേ? അപ്പം അത് ആ ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അപ്പം അത് എനിക്കൊന്ന് ഇന്നിയേഴ്സിൽ പ്രോപ്പർ ആ ശ്രുതി പിടിച്ച് തന്നെ പോകണം. കാരണം ബദ്രി അടിപൊളി സിംഗറാണ്, ഒരു രക്ഷയില്ലാത്ത സിംഗറാണ്. അത് പലതവണ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ പെർഫോമൻസും ഈ പെർഫോമൻസിലും ചെറിയ ഒരു ശ്രുതിയോട് ചേർന്ന് പോകുന്ന ഒരു ഇതിലേക്ക് വരണം കേട്ടോ. ഓക്കെ സർ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. രമ്യ ചേച്ചി, ബദ്രി ഓ എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പാടിയും തോന്നി. അതാണ്, ബദ്രിയുടെ വോയിസ് അടിപൊളിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ ഷാൻ പറഞ്ഞു. പക്ഷേ അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ള പാട്ട് കൊണ്ടുവരേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ചില സംഗതികളൊക്കെ അവസാനം ചരണത്തിലൊക്കെ ഭയങ്കര അത് വീണിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് നല്ല രസമായിട്ട്. ആ പാട്ടിൻ്റെ പ്രത്യേകത അങ്ങനത്തെ കുറേ സംഗതികളാണ്, പെട്ടെന്ന് വരുന്ന ഭയങ്കര സർപ്രൈസ് തരുന്ന രീതിയിലുള്ള ഒരു സംഗതികളാണ്. അതാണ്, ചില ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഈ പാട്ടിന്ന് മോന് തരാൻ പറ്റി. അപ്പോൾ ആ ഫീൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വോയിസും ഫീലും, അതായത് പാട്ടിന് വേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള 2 ഗുണങ്ങൾ മോനുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനത്തെ ഈ ശ്രുതി, അത് നമ്മൾ ശ്രുതി കേൾക്കുക, എനിക്ക് തോന്നുന്നു അത് വിത്ത് ലേണിങ് കുറേ പാട്ടുകൾ കേട്ടും പാടിയും ഒക്കെ മനസ്സിലാവും. പക്ഷെ ഇതൊരു അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു രമ്യ ചേച്ചി. ഹരിച്ചേട്ടാ, ബദ്രി ഓ സർ, നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. സെയിം ഒപ്പീനിയനാണ്. അവിടെ ഇവിടെയൊക്കെ ഷാർപ്പായി ഫ്രം ബിഗിനിങ്. എനിക്ക് ആ ഒരു കാര്യം മാത്രമായിരുന്നു അതിന് ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഷാർപ്പ് ആവാനുള്ളൊരു ടെൻഡൻസിയും ഷാർപ്പുമായി കുറച്ച് സ്ഥലത്ത്. ബട്ട് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ആ സോങ്ങിന് വേണ്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് മോൻ. ഓക്കെ സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പോൾ മാർക്സ് ചോദിക്കാം ബദ്രി. ഓ ഹരിച്ചേട്ടാ, അപ്പോൾ ബദ്രിയുടെ ഇന്നത്തെ പെർഫോമൻസിന് 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി, ഹായ് ബദ്രി, ഓ 8.5. താങ്ക് യു ചേച്ചി. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ല മാർക്കാണ്. Thank you. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനി വരുന്ന റൗണ്ട്സ് ഒക്കെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് വരാം. ഓ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.